ക്ലാസ്സുകളിൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഷേപ്പിനെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട്. എന്താണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു പോളിഗണാണ്. നമുക്ക് ഏറ്റവും ചെറിയ പോളിഗണാണ് ട്രയാങ്കിൾ എന്ന് പറയാം. അതുപോലെ തന്നെ ട്രയാങ്കിളിന് എന്തുണ്ട്? 3 സൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 ആംഗിൾസ് ഉണ്ട്. അങ്ങനെയുള്ള 3 സൈഡ്സും 3 ആംഗിൾസും ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഷേപ്പിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയാം. നമുക്ക് സ്ക്രീനിൽ ഒരു ട്രയാങ്കിൾ കാണാം, ട്രയാങ്കിൾ ABC. ഇത് ക്ലോസ്ഡ് ആണ്, അതുപോലെ തന്നെ ഇതിന് 3 ആംഗിൾസും അതുപോലെ 3 സൈഡ്സും ഉണ്ട്. ഇങ്ങനെയുള്ള ഷേപ്പാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിളിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതുപോലെ തന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, അതുപോലെ അക്യൂട്ട് ട്രയാങ്കിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? നമുക്ക് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ്സും അതുപോലെ തന്നെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വൺ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന് 2 സൈഡ്സ് മാത്രമായിരിക്കും എന്താ ഈക്വൽ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പറയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് സൈഡ്. അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്യൂട്ട് ട്രയാങ്കിൾ. അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് കുറവായിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ഉള്ളതാണ് ഈക്വൽ ട്രയാങ്കിൾസ്. എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു 2 ട്രയാങ്കിൾ ഈക്വലാണെന്ന് പറയാമെന്ന് വെച്ചാൽ എപ്പോഴാണോ ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങൾ, അതായത് സൈഡ്സ് ഒക്കെ മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഈക്വൽ ആവുന്നത്, അപ്പോൾ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനാണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ പറയാവുന്നത് സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ സ്ക്രീനിൽ ഒരു ഇമേജ് കാണുന്നുണ്ട്. ഇത് സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്ക് എക്സാമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വലുതും അതേ ഫീച്ചറുകൾ ചെറുതുമാണ് താഴെ കാണുന്ന ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമേജുകളാണ് സിമിലർ ഒബ്ജക്റ്റുകളുടെ എക്സാമ്പിൾ. തന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ പിക്ചർ നമ്മൾ കാണുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ അതേ സെയിം സാധനം തന്നെ ഒന്ന് ചെറുത്. ഇത്തരത്തിലുള്ള ഇതേപോലെ നിരവധി എക്സാമ്പിൾ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നുണ്ടാവും. ഇതേപോലെയുള്ള ട്രയാങ്കിൾസ് ആണ് സിമിലർ ട്രയാങ്കിൾ. സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഒരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിളിനോട് സിമിലറാന്ന് പറയുകയെന്ന് വെച്ചാൽ അതിൻ്റെ ആംഗിൾസ്, ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ സൈഡ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണലും ആയിരിക്കും. അത്തരത്തിലുള്ള ട്രയാങ്കിൾസ് ആണ് സിമിലർ ട്രയാങ്കിൾസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ സൈസ് ഉള്ള ഒരു ട്രയാങ്കിളാണിത്. ഇതിൻ്റെ ആംഗിൾ നമുക്ക് 80 ഡിഗ്രി, അതുപോലെ തന്നെ 40 ഡിഗ്രി, അതുപോലെ 60 ഡിഗ്രി കൊടുത്താൽ ഈ ആംഗിളിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്, നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. എന്തായിരിക്കും? അതിൻ്റെ ആംഗിൾസ് എന്താ? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ സൈഡ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പം നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ, ഇതിനോട് സിമിലറായ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 80 ഡിഗ്രി തന്നെ, ഇത് 40 ഡിഗ്രി തന്നെ, അതുപോലെ തന്നെ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് എങ്ങനെയാണ് വരിക? സൈഡ്സ് എന്താണ്? പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അല്ലേ? അപ്പോൾ ഈ സൈഡിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ സൈഡിനോട് പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 6 സെൻറ്റിമീറ്റർ എടുക്കാം. 3, 4, 5 ഇതിൻ്റെ ഏത്
അതെല്ലാം ഈ ട്രയാങ്കിളിനോട് സിമിലർ ആയ ട്രയാങ്കിൾ ആയിരിക്കും. ഇതിനെ ഈ സെയിം ആംഗിളിൽ വന്നാൽ ഇവിടെ നമ്മൾ എടുത്തത് 5 സെൻറ്റിമീറ്ററിന് സിമിലർ ആയിട്ട് 10 സെൻറ്റിമീറ്റർ സൈഡ് എടുത്തു. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്ററിന് സിമിലർ ആയിട്ട് 8 സെൻറ്റിമീറ്റർ എടുത്തു. 3 സെൻറ്റിമീറ്ററിന് 6 സെൻറ്റിമീറ്റർ പ്രൊപ്പോർഷണലായി എടുത്തു. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു സിമിലർ ട്രയാങ്കിളിന് എക്സാമ്പിൾ ആണ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആംഗിൾസ് ഈക്വലും അതുപോലെ തന്നെ സൈഡ്സ് പ്രൊപ്പോർഷണലും ആയിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സിമിലർ ട്രയാങ്കിൾ എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള പെയർ ഓഫ് സിമിലർ ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.